കാണണോ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഫോണിലെല്ലാം കണ്ടതെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ടായിട്ടോ. നല്ല പാണ്ട് പറയാലോ. ഇപ്പോഴത്തെ ടൈപ്പ് നല്ല നല്ല പാണ്ട് ഉള്ളെല്ലാം നല്ലുണ്ട്, നല്ല പാങ്ങുണ്ട്, നല്ല പാങ്ങുണ്ട്, നല്ല ചേലുണ്ട്. നല്ല ചേലുണ്ട്. ചില രാഷ്ട്രീയക്കാര് ഇതിൽ ഇടയ്ക്ക് ഇറങ്ങിക്കൊണ്ട് ഞങ്ങളെ തിരിച്ചു മാറ്റണം, തമ്മിലടിപ്പിക്കണം, ഇത് നാണം കെടുത്തണം, ഗവൺമെന്റിന് നാണം കെടുത്തണം എന്ന് പറഞ്ഞ ഒരു കൂട്ടർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഒന്നും പറയാനില്ല. നമുക്ക് വാടക തരുന്നുണ്ട്, ഓക്കെ, എവിടെ ഇരുന്നോട്ടെ, ഇനി 10 ദിവസം വൈകിക്കോട്ടെ, വാടക തരുന്നുണ്ടല്ലോ. രണ്ടാൾക്ക് കുടുംബത്തിൽ 18,000 രൂപ തരുന്നുണ്ട്. ഇതൊക്കെ ഗവൺമെന്റ് നിശ്ചയിച്ച് തന്നതാ, നമ്മൾ ചോദിച്ചിട്ട് തന്നതല്ല. പിന്നെ ഒരു 1000 രൂപന്റെ കൂപ്പൻ ഞാൻ കൊടുത്തത്. ഞാൻ അന്വേഷണം തന്നെയാണ്, ഒരിക്കലും എല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ്. കുടുതുണിക്ക് മറുതുണി ഞാൻ കരകയറിയ 3 മാസമായി. ശരിക്കും എൻ്റെ മൈൻഡ് ശരിയാകാൻ പറ്റും. നൗഫലിന്റെ ഏട്ടന്റെ വീടാണ് സൗക്കത്ത്. നൗഫലിന്റെ ഏട്ടനായി ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് നാളെ സമാനം പറയണം. നമ്മൾ മരിക്കേണ്ട ആൾക്കാരല്ലേ, വെറുതെ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തപ്പെട്ടു. നമസ്കാരം. അതെ, നമസ്കാരമുണ്ട്. നമ്മൾ അന്ന് ഒരുപാട് ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ വന്നപ്പോ അസീസിനെ പരിചയപ്പെട്ടത് ഉദ്ഘാടന ദിവസം. അതെ അതെ. അപ്പൊ ഇന്നിപ്പോ വീണ്ടും ഞങ്ങൾ വരാനുണ്ടായ ഒരു സാഹചര്യം, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതെന്ന് അറിയാൻ നടക്കുന്നതെന്ന് വെച്ചാല് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമാണല്ലോ, എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയമാണിത്. അല്ലാതെ ഇതിലിപ്പോ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഇതിപ്പോ ആർക്കും എല്ലാവർക്കും രാഷ്ട്രീയക്കാരാ. അപ്പം ഇതിലിപ്പോ ഈ ഓരോ രാഷ്ട്രീയക്കാർ ഇടപെട്ട് ഞങ്ങളെ ഓരോരുത്തരെ കൂട്ടുക, ഓരോന്ന് ചോദിച്ച് ഓരോ ചാനലുകാരും അതിനൊപ്പം നിൽക്കുക, അവരൊപ്പം കൂടുക. ദുരിതബാധിതരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെ ഒരു വിളവ് വരുത്താനുള്ള പ്രശ്നമാണ് ഇപ്പോൾ. വീടിനല്ല, ഞങ്ങൾക്കാണ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഇനിയിപ്പോൾ എന്ത് വിള്ളൽ വന്നാലും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇത് രാഷ്ട്രീയക്കാരിൽ ഇടപെട്ടിട്ട് ഓരോ കാര്യങ്ങൾ ഈ താത്തിക്കെട്ടാനുള്ള നോട്ടാണ്. ഒരു ഒന്നുമില്ലാത്ത ആൾക്കാരാണ്, അതായത് ഇതിൽ യാതൊരു ബന്ധമില്ലാത്ത രാഷ്ട്രീയക്കാരാണ് ഇതിൽ കയറി കൊടുക്കുന്നത്. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ വേണ്ട നേരത്തിന് നടക്കുന്നുണ്ട്. ഞാൻ വന്നിട്ട് 30-ാം തീയതിക്കുള്ളിൽ നടക്കണമെന്ന് പറഞ്ഞപ്പോൾ 30-ാം തീയതിക്കുള്ളിൽ ഗവൺമെന്റ് ഞങ്ങൾ ഏൽപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 30-ാം തീയതിക്കകത്ത് കയറി കൂടാനുള്ള പരിപാടി ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് 5-4-5 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. നമ്മളായാലും ഒരു വീട് എടുത്താൽ ആവൂലേ. അപ്പൊ നമ്മളെല്ലാം കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. വാട്ടർ കണക്ഷൻ എടുത്ത് നമ്മൾക്ക് ഇത് 20 കൊല്ലം ഗ്യാരണ്ടി ഉള്ളൊരു സാധനം. അത് സാധാരണ ഒരു ലോകത്ത് നമ്മൾ ഇത് കേൾക്കാത്തൊരു സംഭവം. നമ്മൾ വാതിലാണെങ്കിലോ 20 കൊല്ലം ഗ്യാരണ്ടി. നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പാണെങ്കിലോ അത് തന്നെയാണ്. ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് അവർ പണിയെടുക്കുന്നുണ്ട്. അവരൊന്നും ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല. ആത്മാർത്ഥമായിട്ട് ഇതിന് തന്ന കോൺട്രാക്ട് ഊരാങ്കിലും ആണെങ്കിലും തന്നെ അവർ നല്ല രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തത്. ഊരാളുകളുടെ പേര് തന്നെ ഒരു വിശ്വാസം, പിന്നെ നല്ല വിശ്വാസത്തിൽ തന്നെയാണ് നമുക്ക് അവരൊക്കെ ഒരിക്കലും ഒരു കുട്ടി പോയിട്ട് അവരോട് ഒരു കാര്യം പറഞ്ഞാൽ അവർ അപ്പ ചെയ്തു തരും. ഞങ്ങളുടെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം, ചാനലിലോട്ട് നമ്മളൊരു കുട്ടി പോയിട്ട് അവരോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ അവരപ്പ പോയിന്റിൽ തന്നെ അവർ പറയും ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങൾ വരാം. അല്ലെ നിങ്ങൾ പിന്നെ വേറെ ആളെ നോക്കി അല്ലെ മറ്റാളെ നോക്കി ഒരാളും പറയില്ല. അല്ല, നിങ്ങൾക്ക് ഇത്ര എന്തൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം പരിഹരിച്ചു തരാൻ ഒരു മന്ത്രിയുണ്ട്. കൂടപ്പറപ്പിനെ പോലെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞങ്ങളെ. ഇപ്പൊ മൂപ്പരെയൊന്നും ഒരിക്കലും കുറ്റപ്പെടുത്താനോ ഒരു എന്തെങ്കിലും ഒന്ന് പറയാനോ നമുക്ക് ആർക്കും ഒരു അവകാശമില്ല. എങ്ങനെയാ പറയാ, നമ്മൾ മുഖത്ത് നോക്കിയിട്ട് ഒരാളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കുമ്പോൾ എങ്ങനെ ഒരാളെ നോക്കിയിട്ട് അത്രയ്ക്കുള്ള മനസ്സൊന്നും ഇല്ല നമുക്ക്. ഇങ്ങനെയൊക്കെ അതൊക്കെ ഒരു എന്താന്ന് പറഞ്ഞാൽ മറ്റൊരാളിന്റെ പ്രേരണ കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതെ, അത്രേ ഉള്ളൂ. ഇതിലൊന്നും കഴമ്പില്ലാത്ത കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും അസീസ് കെ പോലെയുള്ള ആളുകൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്വന്തം വീട്ടിലോട്ട് മാറി താമസിക്കാൻ സാധിക്കുന്നതുപോലെ ചെയ്തല്ലോ അവര്. ഇതുവരെ ഒന്നും തെറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് പറയാനുള്ളത്? നമുക്ക് വാടക തരുന്നുണ്ട്, ഓക്കെ, എവിടെ ഇരുന്നോട്ടെ, ഇനി 10 ദിവസം വൈകിക്കോട്ടെ, വാടക തരുന്നുണ്ടല്ലോ. സ്കൂൾ കെട്ടിടത്തിലൊന്നും അല്ല നമ്മൾ വാടകവും 6,000 രൂപ വാടക ഒരു മിനിമം ചാർജ് തരുന്നുണ്ട്. നിങ്ങൾ കൂടി എടുക്കുന്ന കൂടുതൽ കൊടുക്കുന്നുണ്ട്, അത് നമ്മൾക്ക് അറിയേണ്ട ആവശ്യമില്ല. വാടക തരുന്നുണ്ട്. രണ്ടാൾക്ക് കുടുംബത്തിൽ 18,000 രൂപ തരുന്നുണ്ട്. ഇതൊക്കെ ഗവൺമെന്റ് നിശ്ചയിച്ച് തന്നതാ, നമ്മൾ ചോദിച്ചിട്ട് തന്നതല്ല. പിന്നെ ഒരു 1000 രൂപന്റെ കൂപ്പൻ ഞാൻ കൊടുത്തത്. പിന്നെ ഇപ്പൊ കുറച്ച് ഒരു 10 ദിവസം ഒരു ഡിലേ, ഒരു പൈസ കൊടുക്കാൻ. ഇത് ഈ ഇലക്ഷൻ നടന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുകയും ചെയ്തു. മുൻകൂട്ടി തന്നെ ഈ പെരുമാറ്റച്ചട്ടം വരുന്നതിന് ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. കളക്ടറൊന്നും നല്ല രായും പൗലും നല്ല ആത്മാർത്ഥമായിട്ട് ഒരു
പെരുമാറിയ ഒരു പിഴവുകൾ ആരുടെ ഭാഗത്ത് സംഭവിക്കാം? ആരുടെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് പറ്റില്ല. ചില ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ചില പിഴവുകൾ പറ്റുന്നുണ്ട്. അത് നമുക്കത് അതെല്ലാവരും ഒരേപോലെ അല്ലല്ലോ. അങ്ങനത്തെ അല്ലാത്ത ഒരു പിഴയും ഇതിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ കളക്ടറുടെ ഭാഗത്തുനിന്നോ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒന്നുമില്ല. അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചില രാഷ്ട്രീയക്കാർ ഇതിലിടയ്ക്ക് ഇറങ്ങിക്കൊണ്ട് ഞങ്ങളെ തിരിച്ച് മാറ്റണം, തമ്മിലടിപ്പിക്കണം, ഇത് നാണം കെടുത്തണം, ഗവൺമെൻറ്റിനെ നാണം കെടുത്തണം എന്ന് പറഞ്ഞ ഒരു കൂട്ടർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഒന്നും പറയാനില്ല. തീർച്ചയായും നമുക്കൊന്നുമില്ല, നമുക്ക് നല്ല അഭിപ്രായമാണ്. അനുഭവസ്ഥരാണ്. ഞാൻ ഇത് തുടക്കം മുതൽ ഞാൻ അനുഭവം തന്നെയാണ്. ഒരിക്കലും എല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ്. ഉടുതുണിക്ക് മറുതുണി ഞാൻ കരകയറിയ 3 മാസമായി ശരിക്കും എൻ്റെ മൈൻഡ് ശരിയാകാൻ സംസാരിച്ചല്ലോ. അതിനുശേഷം ഞാനിപ്പോൾ നല്ല രീതിയിൽ തന്നെ നടക്കണം. എനിക്കിപ്പോൾ ഈ വീട് കിട്ടിയ ശേഷം വളരെ സന്തോഷം എൻ്റെ മനസ്സിൽ. എനിക്ക് രാവിലെ വരണം, ഇവിടെ കുറച്ച് ഇരിക്കണം, ജനങ്ങളോട് സംസാരിക്കണം, എന്നിട്ട് പോകണം ഇവിടുന്ന്. ഞാൻ എന്നിട്ട് എന്നെ എന്താ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് എല്ലാം വരും പൈസ വാങ്ങാൻ വരികയാണ്. ഞാൻ എല്ലാവരോടും പൈസ വയ്ക്കുന്നു. എനിക്ക് ആരുടെ ഞാൻ ഇതൊരു ഇന്ന് വരെ ഒരു കടും ചായ ഒരു മനുഷ്യനോട് ഞാൻ ചോദിച്ചു കുടിച്ചിട്ടില്ല. പ്രതികരണം അർഹിക്കാത്ത ആരോപണങ്ങളാണ്. നമ്മൾ അതിനൊന്നും മറുപടി പറയാം. അതെ സത്യം. ഞാൻ അങ്ങനെ ഒരാളാണ്. ഞാൻ അത്രയും പൊരുത്തം. നിങ്ങൾ ചിരിച്ചുകൊണ്ടേ എനിക്ക് ചായ വേണ്ടി തന്നെ ഞാൻ കുടിക്കും. പക്ഷെ നിങ്ങൾ മോൻ കറുത്ത് ഞാൻ ചായ കുടിക്കും. അത് എപ്പോഴും ഉണ്ട്. ഞാൻ എല്ലാവർക്കും അറിയുന്ന തന്നെ. പക്ഷെ എന്നിട്ടും എന്നെ പറഞ്ഞ് വെട്ടിച്ചത് അങ്ങനെ. അത് പ്രശ്നമില്ല. അതൊന്നും എനിക്ക് പ്രശ്നമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഇപ്പോൾ സമീപത്തുള്ള വീടുകളിൽ അസീസ് ഖാന്റെ സഹോദരനെ കൂടി ഉണ്ടെന്നോ? എന്റെ സഹോദരനല്ല, എന്റെ ഏട്ടന്റെ വീട് അവിടെയാ. A6 ഫസ്റ്റ് A6 അവിടെയാണ് എന്റെ ഏട്ടന്റെ വീട്. പിന്നെ ഇത് സൗക്കത്ത് ഈ പുള്ളിന്റെ അനിയനാ. നമ്മളെ ഈ നൗഫലിന്റെ ഏട്ടന്റെ വീടാണ് സൗക്കത്ത്. നൗഫലിന്റെ ഏട്ടനായി സൗക്കത്ത് പ്രവാസി 10-35 നല്ല മനുഷ്യനാണ്. നല്ല കേട്ടില്ലേ? അയാള് നല്ല കാര്യമായിട്ട് പറയും. അത് കസനല്ല, ഏട്ടൻ, സ്വന്തം ചേട്ടൻ. അവര് അയാളോട് ഞാൻ എന്റെ കാര്യം പറഞ്ഞു, ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്, അപ്പൊ അതൊന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു മൂപ്പര്. അങ്ങനെ നല്ലൊരു ബന്ധം ഞങ്ങൾ എനിക്ക് കിട്ടിയ അയൽവാസി, നല്ലൊരു അയൽവാസിയാണ്. അപ്പൊ അങ്ങനെ നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ട് ഇവിടെ, ഒരുപാട് കാര്യങ്ങളും. പക്ഷെ ഞങ്ങൾ ആരും തമ്മിൽ ഒരു അഭിപ്രായത്തിൽ വ്യത്യാസം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുക. ഇതിൽ കുറെ ആൾക്കാർ എന്താ പറയാ, കുറെ ആൾക്കാർ ഇതിന്റെ ഇടയ്ക്ക് കയറിക്കൊണ്ട് ആൾക്കാരെ ഒറ്റപ്പെടുത്തുക, തരംതിരിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങളൊരു കൂട്ടായ്മ പലതും വരാനുണ്ട്. എന്തൊക്കെ സംഗതിക്കപ്പോ ഇതിപ്പോ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടൊന്നും അല്ല. ഇവിടുത്തെ ഒരു എഞ്ചിനീയർ കണ്ടുപിടിച്ച് ഇതൊക്കെ ചെയ്യുന്നത് എല്ലാം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇരിക്കാനും പാർക്ക് വരാൻ പോകുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ജീവിതം, ഇവിടെ ജീവിതം അവിടുന്ന് പറിച്ച് മാറ്റി ഇവിടെ വെച്ച് തരികയാണ്. അപ്പൊ നമുക്ക് കുറച്ച് സമയം കൊടുക്കണം, അവർക്ക് കുറെ സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. വളരെ സ്പീഡ് തന്നെയാണ് ചെയ്യണ്ടേ. നാട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കാൻ എത്ര സമയം വേണ്ടി? എന്തൊക്കെ ചെയ്യേണ്ട വീടുകളാണ് ഇത്രയും ചുരുങ്ങിയ ദിവസം. എന്തൊക്കെ ചെയ്യണം നമ്മൾ? കാലാവസ്ഥയുടെ പ്രശ്നം, തൊഴിലാളികൾ, നമ്മൾ സ്വന്തം ചെയ്യണം, എന്തൊക്കെ ചെയ്യണം. അപ്പൊ ഇതിന് കുറ്റം പറയാനോ ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നില്ല. എൻ്റെ ഭാഗത്തുനിന്നും ഒരിക്കലും ഇവരെ അഭിനന്ദിക്കുക ഞാൻ ചെയ്യാം. എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഗവൺമെന്റിനെ കുറ്റം ഒരിക്കലും സാധിക്കില്ല. അതെങ്ങനെ സാധിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് നാളെ സമാനം പറയണം. നമ്മൾ മരിക്കേണ്ട ആൾക്കാരല്ലേ, വെറുതെ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തപ്പെട്ടു. അന്നൊരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ആളാ. അപ്പൊ അത് പരീക്ഷിക്കുക നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടി നാട്ടിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒന്നാളെ. അപ്പൊ അത് ഞാൻ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ആളുകളുടെ പ്രത്യേകിച്ച് എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നത്. ആരും ഓടി രക്ഷപ്പെട്ടവര്, വെള്ളത്തിൽ നിന്ന് വഹിച്ചു കയറ്റിയവര്, ഇതൊക്കെ നമ്മളിത് കേട്ടും കണ്ടും വളർന്ന ആൾക്കാരാണ്. ഇതെല്ലാം നമ്മുടെ ആൾക്കാർ. നമ്മൾ അയൽവാസി എൻ്റെ തൊട്ട വീട്ടിൽ നിന്നൊക്കെ 20-25 ആളോളം ഒന്നിച്ചു പോയിട്ടുണ്ട്. അതൊന്നും കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ, ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. നമസ്കാരം, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോഴിക്കോട് അല്ലേ? അങ്ങനെ ടൗൺഷിപ്പിലെ വീടുകളൊക്കെ കണ്ടോ? കണ്ട്. എന്താണ് നമ്മള് പറയാൻ വെച്ചാല് നമ്മുടെ പ്രതീക്ഷക്കൊക്കെ അപ്പുറമാണ് സാധനം കണ്ടത്. നമ്മള് ചാനലൊക്കെ കണ്ടിട്ട് വല്ലാത്ത മോശം അഭിപ്രായമൊക്കെയായിരുന്നല്ലോ ന്യൂസായിട്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യങ്ങളൊക്കെ അപ്രത്യക്ഷമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. അന്ന് ഞാൻ ഓണറോട് സംസാരിച്ചപ്പോഴാണ് കൂടുതൽ വിവരം മനസ്സിലായത്. ഇതെല്ലാം നഷ്ടപ്പെട്ട ഒരാളായിരുന്നു അസീസ് ഖാൻ. നല്ല വീട്, ഞങ്ങളെ വീടിനെക്കാട്ടൊക്കെ എത്രയോ നല്ല കൺസ്ട്രക്ഷനാണ്. കയറി വരുമ്പോൾ നല്ല ടൈൽസ് തന്നെ. ഞാനൊക്കെ ആ വീടിന്റെ ഇത് നോക്കിയിട്ട് വില നോക്കിയിട്ട് ഞാൻ ഒഴിവാക്കിയിട്ട് സാധാ ടൈൽസാണ് ഉപയോഗിച്ചത്. അവിടെ പതിച്ചിരിക്കുന്നത്. വളരെ സംതൃപ്തിയുള്ളതാണ് ഈ കണ്ടിട്ട്. നമ്മൾ ഈ ചാനലിലൊക്കെ കണ്ടിട്ട് വളരെ വിഷമമായിരുന്നു. എങ്ങനെയാണോ ദുരിതബാധിതർക്ക് ആക്കി കൊടുത്തതെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. സംശയത്തിനൊക്കെ പ്രസക്തി ഇല്ല എന്നാണ് ഇപ്പം നേരിട്ട് കണ്ട് മനസ്സിലായത്. നല്ല കൺസ്ട്രക്ഷൻ അല്ലേ സിറാന്റെ
Bathroom fittings ഫിറ്റിങ്സ് ആണ്, ക്ലോസറ്റ് ആയാലും സിറ തന്നെയാണ് വെച്ചത്. നമ്മളൊക്കെ സിറ വില കൂടുതലായതിനെ കൊണ്ട് സ്റ്റാർ ആണ് വെച്ചത്, ഒഴിവാക്കിയിട്ട്. അതെല്ലാം നല്ല സാധനമായിട്ട് ക്വാളിറ്റി ആയിട്ട് ഫാനും ആയാലും ഒക്കെ ഇതെല്ലാം ഫാനല്ലേ. ഫാനൊക്കെ ഞങ്ങളൊക്കെ സാധാ ഫാനാണ് വാങ്ങിയത്, മറ്റേ BLDCന്റെ ഫാനുകളാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ് സത്യത്തിൽ. ഈ പറഞ്ഞ വാർത്തകൾക്കൊക്കെ ഒന്നും പ്രസക്തി ഇല്ല എന്നാണ്. പുള്ളി ഇപ്പോൾ പറഞ്ഞ പുള്ളി 35 ലക്ഷം ഉണ്ടാക്കിയ വീടിനും വിള്ളൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചേട്ടാ എവിടെയാ സ്ഥലം? എവിടെ? ഞാൻ കാസർഗോഡ് നിന്ന് വരുവാണ്. കുടുംബമൊക്കെ ഉണ്ടോ? എല്ലാവരും ഉണ്ട്. വിളിച്ചോളൂ. എല്ലാ കുടുംബക്കാരാണ്. ഞങ്ങള് 10-25 പേര് വന്നിട്ടുണ്ട്. ഇത് കാണാൻ വന്നോ? ആൾക്കാരൊക്കെ വിളിച്ചോ? അങ്ങോട്ട് വരും. കാസർഗോഡ് നിന്ന് വന്ന ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരണം കേട്ടോ. കാസർഗോഡ്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ. ഇത് കാസർഗോഡ് അല്ലേ? എന്താ പേരെന്താണ്? സുൽത്താൻ. സുൽത്താൻ ഉണ്ട്, ഷാഫി ഉണ്ട്, മുഹമ്മദ്. പിന്നെ കഴിഞ്ഞ കുറച്ച് 1-2 ദിവസമായിട്ട് വയനാട് ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്ക് ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ചേർത്ത് പിടിച്ചൊരു വിഭാഗമാണല്ലോ ഇവർ. അപ്പോൾ ഇവർക്ക് കിട്ടിയ വീട് ഇങ്ങനെ ആയിപ്പോയോ, ചോർച്ച വന്നോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുള്ള ആളുകൾ ചാനൽ കാണുന്നത് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ചേട്ടൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ എന്താ കണ്ടിട്ട് തോന്നുന്നത്? ആ പറഞ്ഞ കാര്യങ്ങൾ വസ്തു ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ ഞാൻ ഒരു വീട് കിട്ടിയ ഓണർ അയാൾ ഇരിക്കുന്ന ആള്, അസീസ് പറഞ്ഞ ആള്, അദ്ദേഹത്തോടെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പല ആളും പറയുന്നുണ്ട്. അയാൾ പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ തൃപ്തിപ്പെട്ട സാധനം കിട്ടിയിരിക്കുന്നത്, എന്റെ ജീവിതകാലത്ത് കിട്ടാത്ത സാധനം കിട്ടിയിരിക്കുന്നത്. ഇതുവരെ ഒരു പരാതി പിന്നെ പലതും പറയുന്നത് പല ആൾക്കാർ നാവ് കൊണ്ട് പലതും പറയും. നല്ലത് പറയാനാണ് നാവ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചീത്ത പറയുന്ന ആൾ പറഞ്ഞോട്ടെ, മൂപ്പർ പറയും. ആളുകൾ വിലയിരുത്തട്ടെ. ഇതുപോലെ നല്ല അയാൾക്ക് കിട്ടിയ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 178 വീട് കിട്ടി. 178 വീട്ടിന് ഒരു കുഴപ്പമില്ല. ഇനി മുന്നിൽ ഇനി വീട് എടുക്കാനുണ്ട്. പൂർണ്ണ തൃപ്തിയാണ്, അവർ പൂർണ്ണ തൃപ്തിയാണ്. പിന്നെ അവർക്ക് മറ്റുള്ള ആൾക്കെന്താ പ്രശ്നം? അതാണ് കിട്ടുന്ന ആളുകളാണ് ശരിക്കും പറയേണ്ടത്. ആളെന്നാ പറയേണ്ടത്. ഇപ്പൊ നമ്മളവിടെ വീട് കിട്ടി, നമ്മളെ വീടിന്റെ വീട്ടുകൾ കയറിയിട്ടുണ്ട്. എവിടെയാണ്? കാസർഗോഡ്. അവിടെ നല്ല ചൂടാണ് ഇപ്പൊ. ചൂടന്നെ ഭയങ്കര ചൂടാ. എന്ത് തോന്നുന്നു വന്ന് കണ്ടപ്പോ? നല്ല ഒരു അന്തരീക്ഷം തോന്നുന്നു. കഴിഞ്ഞ ദിവസം കണ്ട വാർത്തകൾ എത്തുമ്പോ ഒരു ബലൂണ് പൊട്ടിയ പോലെ ഉണ്ട്, ഒന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ ഇവരെ വലിയ ദുരന്തം സംഭവിച്ചു. ആ ദുരന്തത്തിനെതിരായിട്ട് ഇങ്ങനെ ഒരു സർക്കാർ സംവിധാനം ഉണ്ടാക്കിയത് ഈ സർക്കാരും നാട്ടുകാരും ജനങ്ങളും തമ്മിൽ ഉള്ളതാണ്. പക്ഷെ അതിനൊരു കിംവദന്തി ഉണ്ടാകുന്ന വിധത്തിലുള്ള ഇതാണ് ഇവിടെ ഉണ്ടാക്കിയത്. അവസാന ഘട്ടത്തിൽ ഒരു അനാവശ്യ വിവാദങ്ങൾ ഉണ്ടായത് അത് വലിയ പ്രതിഷേധാർഹമായി. അത് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സ് ഭയങ്കര വിഷമമായി. ഇന്നലെ എന്തുണ്ടായി എന്നുള്ളത് ഇപ്പോൾ വന്ന് കാണുമ്പോഴല്ലേ അറിയുന്നത്. ഒരു ഇതുമില്ല. അങ്ങനെ ഒരു സംഭവം. നമ്മൾ കാസർഗോഡ് ചെറുപത്തൂരാണ്. കുറെ ഓട്ടോ ഡ്രൈവർമാർ കൂടി വന്നതാണ്. ഇതൊക്കെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്. എല്ലാവരും സുൽത്താനൊക്കെ വളരെ സന്തോഷത്തിലാണ് പറയുന്നത് അല്ലേ? നമുക്ക് കണ്ട് അവർക്കത് കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് എല്ലാവർക്കും അല്ലേ? കാണാൻ വേണ്ടിട്ട് തന്നെ വന്നത്. മോളത്തിലല്ലേ പഠിക്കുന്നത്? കാണണോ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഫോണിലെല്ലാം കണ്ടതെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ടായിട്ടോ. നല്ല പാണ്ട് പറയാലോ. ഇപ്പോഴത്തെ ടൈപ്പ് നല്ല പാണ്ട്, ഉള്ളെല്ലാം നല്ല ഉണ്ട്, നല്ല പാങ്ങുണ്ട്, നല്ല പാങ്ങുണ്ട്, നല്ല ചേലുണ്ട്. അപ്പൊ എല്ലാവരുടെ ഒരു മനസ്സിലെ സന്തോഷം എന്താണെന്ന് വെച്ചാല് ദുരിതബാധിതരെ ചേർത്ത് പിടിച്ചതാണ് നമ്മുടെ നാട്. അപ്പൊ അവർക്ക് കിട്ടുന്നത് നല്ലത് തന്നെയാണെന്ന് അറിയുമ്പോൾ അത്യാവശ്യം 1-2 ദിവസം ചില കുപ്രചരണങ്ങൾ നടന്നു. അപ്പോൾ അതിലൊന്നും വസ്തുതയില്ല എന്നാണ് എല്ലാവരും വന്ന് പറയുന്നത്. അപ്പോൾ അതിലൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരിക്കുക, അതിലൊന്നും നമുക്ക് ആർക്കും പൊതുവെ ആളുകൾക്ക് താല്പര്യമില്ല. എല്ലാവരും പറയുന്നത് അവർക്ക് നല്ലത് കിട്ടട്ടെ, അവർ വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച ആളുകളാണ്, അവർക്ക് നല്ലത് കിട്ടട്ടെ, അതിന്റെ സന്തോഷമാണ് എല്ലാവരും അല്ലേ? എല്ലാവരും അതാണ് അത്. തീർച്ചയായിട്ടും. കോഴിക്കോട് വടകര. പഞ്ചം പഞ്ചായത്ത്. ഓക്കെ. ഇവ ടൗൺഷിപ്പിലൊക്കെ വന്ന് കണ്ടിട്ട് എന്താ തോന്നുന്നു? നല്ല ഉഷാറായിട്ട് കിടക്കുന്നുണ്ട്. അതേപോലെ മറ്റുള്ളവരെല്ലാം പറഞ്ഞത് വെറുതെ പറയാണ്. ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കുഴപ്പമില്ല. കംപ്ലീറ്റ് ഞങ്ങൾ ഉഷാറായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ വെച്ചാൽ കുറെ ബംഗ്ലാദേശുകാരെല്ലാം പോയി ഈ ഒരു പ്രശ്നം ഉണ്ട്. എന്നാലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് പണി. പക്ഷെ ഇവര് പറയാൻ പോലെ ഒന്നും ഒരു കുഴപ്പവും കാണുന്നില്ല. കാരണം വെച്ചാൽ നല്ല ഞങ്ങൾ ഉള്ളിലൊക്കെ കാര്യം നല്ല സൗകര്യം. ബെഡ്റൂം ആയാലും പിന്നെ വാഷ്റൂം ആയാലും അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. പിന്നെ കോമൺ ആയിട്ട് വേറൊരു വാഷ്റൂം ഉണ്ട്. പിന്നെ കിച്ചൺ, പിന്നെ അതിന്റെ ബാക്കിൽ പിന്നെ റൂം, എല്ലാ കാര്യങ്ങളും നല്ല സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും. പണി മന്ദഗതിയിലാന്നുള്ള പ്രചാരണം ഇല്ല. അതൊക്കെ ഇന്ത്യക്കാരെല്ലാം നാട്ടിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഏകദേശം ഓൾമോസ്റ്റ് ഈ മാസം അവസാനത്തേക്ക് തീരുമെന്നാ പറഞ്ഞത്. അതെ. പിന്നെ ആൾക്കാരിങ്ങനെ പലതും പറയുന്നതാണ്. അങ്ങോട്ട് ഞങ്ങളിത് വന്നു. ഞങ്ങളിവിടെ 12 കറങ്ങി വന്നതാണ്. അപ്പോൾ ഇവിടെ കാര്യം നോക്കുമ്പോഴാണ് ഇവിടെ ആൾക്കാർ പറയുമ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പം ഇവിടെ കാണുന്നില്ല. ഞങ്ങൾക്ക് നല്ല ചെറിയ ഇഷ്ടപ്പെട്ട അങ്ങനെയാണ്. ഇവിടെ നേരിട്ട് വന്ന് കണ്ട സ്ഥിതിക്ക് എന്താണ് തോന്നുന്നത്? നേരിട്ട് വരാൻ ഇടയായത് തന്നെ ആ വിവാദമായ വാർത്തയാണ്. അതാണല്ലേ? കാരണം ഊരാളുങ്കൽ പോലെയുള്ള
അന്തർദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ഏറ്റവും തലയെടുപ്പുള്ളൊരു സ്ഥാപനം. ആ സ്ഥാപനം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഏറ്റവും സൂക്ഷ്മതല പരിശോധന നടത്തിക്കൊണ്ടാണ് അവർ ഫിനിഷ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു കൺസ്ട്രക്ഷൻ സംവിധാനമുള്ള ഈ സ്ഥാപനത്തിനെതിരായി ഞാൻ കരുതുന്നത് രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടിൽ വെച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണെന്ന് ഞാൻ ഊഹിച്ചെടുക്കുകയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പത്രത്തിലൂടെ മറ്റും വായിച്ചറിഞ്ഞത്, ലോകത്ത് തന്നെ ഒരു ദുരന്ത ഭൂമിയിലുള്ള ജനങ്ങളെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് ഒരു ടൗൺഷിപ്പാക്കി മാറ്റിയെടുത്തുകൊണ്ടുള്ള ചരിത്ര സംഭവമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആ രീതിയിലേക്ക് 178 മറ്റോ വീടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അവർക്ക് താമസ സൗകര്യത്തിന് ഏതായാലും ഈ മാസം അവസാനത്തോടു കൂടി താമസിക്കാനുള്ള എല്ലാ ഭൗതിക പശ്ചാത്തലവും സർക്കാർ വീണ്ടും ഒരുക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് തന്നെ പുറത്ത് ഒരു പ്രയാസവും ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത രീതിയിലേക്ക് അവർക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടാണ്. അവർക്ക് ആർക്കും അതൃപ്തിയില്ല എന്നുള്ളതാണ് അവരുടെ പ്രതികരണം. ഏതോ ഒന്നോ രണ്ടോ ആളുകളുടെ അതൃപ്തിയുടെ പിന്നിൽ എന്താ ചേതോവികാരം എന്നുള്ള കാര്യം നമ്മളറിയില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ കേരളം പോലെയുള്ള ഒരു മലയാളത്തിൻ്റെ സംസ്കാരം എന്താണെന്ന് നാടിനോട് വിളിച്ചറിയിക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനമായിട്ടാണ് ഇവിടെ തോന്നി. എല്ലാ നഷ്ടപ്പെട്ട ദുരന്തഭൂമിയിൽ നിന്ന് കരകയറി വന്നവർക്ക് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഇനി ഞങ്ങളുണ്ട് എന്ന് ഈ സർക്കാർ അവർക്ക് ഉറപ്പ് കൊടുത്തത് കൃത്യമായിട്ട് പരിപാലിക്കുകയാണ്. 2 വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോന്നേ ഉള്ളൂ. ഒരു നാട് തന്നെ ഒലിച്ച് വെള്ളത്തിലേക്ക് വലിഞ്ഞു പോയ ഒരു സംഭവം. ഒരു ഇരുട്ട് വെളുക്കുന്നപ്പോഴേക്കും ഒരു നാടില്ലാതായിപ്പോയി. 3 വാർഡുകളാണ് ഏകദേശം. അതെ, 3 വാർഡുകൾ ഒരു ഗ്രാമപഞ്ചായത്തിന്. അവിടെയുള്ള മുഴുവൻ ആളുകളെയും ഒരു കൈക്കുമ്പിളിലേക്ക് കോരിയെടുത്തുകൊണ്ട് സംരക്ഷിക്കാനുള്ള ഉറപ്പ് കൊടുക്കുകയും ആ ഉറപ്പ് 2 വർഷക്കാലത്തിനിടയിൽ പരിപൂർണമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അവരെ ശ്ലാഘിക്കേണ്ടതിന് പകരം അത്യാവശ്യം കുത്തുവാക്കും രാഷ്ട്രീയ ചൊവ്വയിലുള്ള ആക്രമണമൊക്കെ വരുന്ന സമയത്ത് മലയാളത്തിൽ ഒരു വിള്ളൽ എന്നതാണല്ലോ വലിയ ഫ്ലാഷ് ന്യൂസായിട്ട് ഇപ്പോൾ വരുന്നത്. ചോർച്ച എന്നാണ് പറഞ്ഞത്. ചോർച്ച ഉണ്ടായിരിക്കുന്നു. ചോർച്ചയുടെയൊക്കെ വളരെ കൃത്യമായിട്ട് പിന്നെ ഇതിൽ നമ്മുടെ ചാനലിൽ ഡോക്ടർ അരുൺ വളരെ കൃത്യമായി വരച്ച് കാണിച്ച് നാടിനെ പഠിപ്പിക്കുന്ന ഒരു ചിത്രം ഞാൻ ഇന്നലെ നന്നായിട്ട് കണ്ടു. രാജമിനിസ്റ്റർ മായ്ച്ചു കളഞ്ഞു. അതെ, രാജമിനിസ്റ്റർ മായ്ച്ചു കളഞ്ഞതിന് അയാളെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള വാർത്തകളിലേക്ക് വന്നു. അയാൾ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു തൊഴിലാളി എന്ന നിലയിലേക്ക് എന്നെ ചിത്രീകരിച്ചതിൽ എനിക്ക് അഭിമാനമുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ അവർക്ക് കൊടുത്ത ചുട്ട മറുപടികളിലൊന്നായിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ചോർച്ച സ്വാഭാവികമായിട്ട് നമ്മൾ പ്രൈവറ്റായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വീടാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കോർണറിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വെള്ളത്തിൻ്റെ പാടൊക്കെ കണ്ടെന്ന് വരാം. അതൊക്കെ ഒരു ചോർച്ചയുടെ പട്ടികയിലേക്ക് കൊടുത്തി വളരെ വ്യാപനമായിട്ടുള്ള വാർത്താ പ്രാധാന്യം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശരിയായ പച്ച മലയാളം അസൂയ എന്നാണ് എനിക്ക് പറയുന്നതിൽ ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു. ഇത്രയും സംവിധാനത്തോടു കൂടി രാപ്പകലില്ലാതെ ഏത് പ്രതികൂല കാലാവസ്ഥയിലും നൂറുകണക്കായ തൊഴിലാളികൾ അവരുടെ അർപ്പണബോധത്തോടുകൂടി കൂലി എന്നതിനപ്പുറത്തേക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളികളെപ്പോലും അപമാനിക്കുന്ന നിലയിലേക്കാണ് അതൊക്കെ വന്നു ചേരുക. ഒരാളെങ്കിലും പോലെ ഏറ്റവും ലോകപ്രശസ്തമായിട്ട് 10-22,000 കുടുംബങ്ങളെ തീറ്റിപ്പോറ്റുന്ന ഒരു മഹാസ്ഥാപനത്തിന് നേരെ ഈ കരിനിഴൽ വീഴ്ത്താനുള്ള ശ്രമത്തെയും നമ്മൾ അപലപിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും സ്വാഭാവികമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു നിലപാടിലേക്ക് കേരളത്തിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ് ഇത്തരം കാഴ്ചപ്പാടുകളും നിലപാടുകളും. അതിന് നമ്മളെല്ലാം ഓരോ മലയാളിക്ക് അഭിമാനിക്കാൻ പറ്റാവുന്നതാണ്. ഒരു ദുരന്ത ഭൂമിയിലെ മനുഷ്യരെ എങ്ങനെ രക്ഷപ്പെടുത്താം. അത് ചൂരൽമല മാത്രമല്ല, അതിലേറെ വലിയ വെള്ളപ്പൊക്കമുണ്ടായ സമയത്തായാലും ശരി, എല്ലാ ദുരിതങ്ങൾക്കും എങ്ങനെയാണ് മറുകണ്ഠം ചാടേണ്ടത് എന്ന് ഈ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ് കേരളത്തിൻ്റെ സാംസ്കാരികവും അതുപോലെ തന്നെ ഭരണ നൈപുണ്യവും എന്നുള്ളത് ലോകം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിള്ളലുമായി ബന്ധപ്പെട്ട് അപഹാസ്യരായിട്ട് ഒരു എഞ്ചിനീയർ വരഞ്ഞു വെച്ച വരയെ വികലപ്പെടുത്തിക്കൊണ്ട് അത് വലിയ വിള്ളലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അത് വിള്ളലല്ല, ഇത് വരയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ മന്ത്രി തന്നെ നേരിട്ട് വന്നു. ആ മന്ത്രിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് രാഷ്ട്രീയ അന്ധത ബാധിച്ചവരുടെ മനസ്സിന് മാത്രം തോന്നാവുന്ന ഒരു വികാരത്തിനപ്പുറത്തേക്ക് നമ്മളൊന്നും ഇതിനെ കാണുന്നില്ല. നിരഞ്ജനാണ്. അപർണ. ഇവിടെ വയനാട് തന്നെയാണോ?
ഇവിടുത്തെ ആൾക്കാരാണോ? എനിക്കിവിടെ വീടുണ്ട്. ഓക്കെ. ഇവിടെ വയനാട് ചൂരൽമലയിൽ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളാണ് അവർ. ഈ സോൺ 1 തന്നെയാണോ വീടുള്ള? അപ്പൊ ഏറ്റവും ആദ്യം എഫക്ട് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എവിടെ വീട്? ഇതില് 113 സോൺ 1. അവിടെ പണിയൊക്കെ ഏതുവരെയായി? അവിടെ ഇപ്പൊ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണി. ഇതുപോലെ കെട്ടിടമൊക്കെ ആയി? ഫുള്ളായിട്ട് പണി കഴിഞ്ഞു. ഇപ്പൊ പുറത്തുള്ള പണികളുണ്ട്, പിന്നെ അകത്തുള്ള ചെറിയ ചെറിയ പണി. ഫ്ലോറെല്ലാം കഴിഞ്ഞു? ഫ്ലോറെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വന്നത് കഴിഞ്ഞ ദിവസം കുറേ വാർത്തകൾ വയനാട് ഈ ടൗൺഷിപ്പായിട്ട് ബന്ധപ്പെട്ട് കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രയാസമാണ്. കാരണം വയനാട് ദുരിതബാധിതർക്ക് കൊടുക്കുന്ന വീട് ഇങ്ങനെയാണോ എന്നുള്ള ഒരു ആശങ്ക ആളുകൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ, നിങ്ങളെ വീട് കിട്ടിയ ആളല്ലേ, നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഉദ്ഘാടനം കഴിഞ്ഞ ടൈമിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് 1 മാസം കൊണ്ടെല്ലാം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. വിഷു ഒക്കെ ആകുമ്പോഴേക്കും നമുക്കിവിടെ കൂടാന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറി ഇപ്പോൾ വിചാരിക്കുന്ന മഴയ്ക്ക് മുന്നോടിയായിട്ടെങ്കിലും കുറച്ച് വൈകി എങ്കിൽ കൂടി കുഴപ്പമില്ല. കുറച്ച് പണിക്കാരെല്ലാം കുറവുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെയും കുഴപ്പമില്ല, പണിക്കാരെല്ലാം സജീവമായിട്ടുണ്ട്. നിങ്ങളിന്ന് സമയം കിട്ടിയപ്പോ വന്നതാണ്. എന്റെ ഫ്രണ്ട്സ് ഓരും കാണണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ. എവിടെ വീട്? പനമരം, വയനാട് തന്നെയാണ്. അപ്പൊ എങ്ങനെ ഒരു കിട്ടിയ വീടിനെ പറ്റി എന്താ തോന്നുന്നത്? നല്ല വീടാണ്, നല്ല സൗകര്യമൊക്കെ ഉണ്ട് അല്ലേ? നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ചുറ്റുപാടും എല്ലാവരും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ അല്ലേ? പണ്ട് ഉണ്ടായിരുന്ന അയൽവാസികളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ടോ? നമ്മളെ കൂടെ ഉണ്ടായ ഒരാള് നമ്മളെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ? സർക്കാർ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് തോന്നുന്നത്. ടൗൺഷിപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അങ്ങനെയാണ് വന്നതെന്ന് തോന്നുന്നു, എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നല്ലൊരു ജീവിതം ഇവിടെ എല്ലാവർക്കും തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ശരി.